ജോഗ ബൊണീറ്റോ ഇതൊരു പോർച്ചുഗീസ് പ്രയോഗമാണ്. ബ്യൂട്ടിഫുൾ ഗെയിം എന്നാണ് അർത്ഥം. ബ്രസീൽ ഫുട്ബോളിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. കളിക്കളത്തിൽ അപ്പപ്പോൾ രചിക്കപ്പെടുന്ന കാവ്യം പോലെ മനോഹരമാകുന്ന കളിശൈലി, ഒരു പാട്ടോ ഡാൻസോ പോലെ ആസ്വദിക്കാനാവുന്ന ഫുട്ബോൾ. മധ്യനിരയിൽ തുടക്കമിടുന്ന നൃത്തച്ചുവടുകൾ, എതിർനിരയുടെ നെഞ്ചിൽ തീകോരിയിട്ട ശേഷമാകും ആ താണ്ഡവം പൂർത്തിയാക്കുക. ഗോളുകളുടെ എണ്ണപ്പെരുക്കമില്ലെങ്കിലും ആ കളി നാം കണ്ടിരിക്കും, ആസ്വദിക്കും. ഫുട്ബോളിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു ശൈലി, അതാണ് ജോഗ ബൊണീറ്റോ. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഫുട്ബോൾ ബ്രസീലിൻ്റെ മണ്ണിലെത്തിയത്. അതിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ച് പലതരം വിശദീകരണങ്ങളുണ്ട്. യൂറോപ്യൻ കുടിയേറ്റക്കാരും ബ്രിട്ടീഷ് വംശജരുമാണ് കാൽപന്തിനെ ബ്രസീലിന് പരിചയപ്പെടുത്തിയതെന്നാണ് പൊതുചരിത്രം. 1884 സാവോപോളയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയ സ്കോട്ടിഷ് വംശജനായ ചാൾസ് വില്യം മില്ലറിലൂടെയാണ് ഫുട്ബോൾ ബ്രസീലിൽ എത്തിയതെന്നാണ് ഒരു ചരിത്രം. സതാംപ്ടണിലെ പഠനകാലത്ത് ക്രിക്കറ്റും ഫുട്ബോളും പരിശീലിച്ച മില്ലർ അവിടെ ടീമുകൾക്കായി കളിച്ചിരുന്നു. 1894 ബ്രസീലിൽ തിരിച്ചെത്തുമ്പോൾ 2 ഫുട്ബോളും കളി നിയമങ്ങളുടെ ചെറുപുസ്തകവും മില്ലർ ഒപ്പം കൂട്ടി. ക്ലബ്ബുകൾ രൂപീകരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചെന്നും പറയപ്പെടുന്നു. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നിന്ന് റിയോ ഡി ജനീറോയിൽ ടെക്സ്റ്റൈൽസ് ജോലിക്കെത്തിയ തോമസ് ഡോൺഹോയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ചരിത്രം. 1894 ബ്രസീലിലെത്തിയ ഡോൺഹോ ടെക്സ്റ്റൈൽസ് കമ്പനിയിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തി അതേ വർഷം തന്നെ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. എന്തായാലും ഫുട്ബോൾ ബ്രസീലിൻ്റെ കളിയായിരുന്നില്ല. മറ്റു രാജ്യങ്ങളെപ്പോലെ ബ്രസീലും അത് കടം കൊണ്ടതാണ്. കാലാന്തരത്തിൽ അത് ബ്രസീലിൻ്റെ കളിയായി മാറുകയായിരുന്നു. ഫുട്ബോളിൻ്റെ പിറവിദേശമായ ഇംഗ്ലണ്ടിനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ബ്രസീൽ അതിനെ ഒരു കലാരൂപമാക്കി. സംഗീതവും നൃത്തവും വൈവിധ്യമാർന്ന സംസ്കാരവും പോലെയായി ബ്രസീലിന് ഫുട്ബോളും. ഒരു ജനതയുടെ സന്തോഷവും ആവേശവും അതിൽ പ്രകടമായിരുന്നു. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന, ദാരിദ്ര്യവും പട്ടിണി അനുഭവിക്കുന്ന ജനതയ്ക്ക് സന്തോഷം പകരുന്ന ഒന്ന്, പ്രതീക്ഷയെന്നോ സ്വപ്നമെന്നോ ജീവിതത്തിൻ്റെ കൂട്ടെന്നോ വിളിക്കാനാകുന്ന ഒരു വികാരം. റിയോ ഡി ജനീറോയുടെ മണൽത്തീരങ്ങളിലും സാവോപോളോയിലെ തുറസുകളിലും സാൽവദോറിൻ്റെ ഇടുങ്ങിയ തെരുവുകളിലും കുട്ടികൾ പന്തിനെ സ്നേഹിച്ചു തുടങ്ങി. പന്ത് എന്നൊന്നും പറയാനാവില്ല, തുണിക്കഷ്ണങ്ങളും മറ്റും പൊതിഞ്ഞു കെട്ടുണ്ടാക്കിയ ഒന്ന്. ചെരുപ്പില്ലാത്ത കാലുകൾ കൊണ്ട് അവരതിനെ തട്ടിപ്പയച്ചു. വേഗമില്ലാതെ ചരിഞ്ഞും ഉരുണ്ടും നീങ്ങുന്ന തുണികോളത്തെ ലക്ഷ്യത്തിലെത്തിക്കാൻ അവർ അത്യുദ്ധാനം ചെയ്തു. ശരീരത്തിൻ്റെ മുഴുവൻ ശക്തിയെയും കാലുകളിലേക്ക് ആവാഹിച്ച് അവരതിനെ ലക്ഷ്യത്തിലെത്തിച്ചു. അതൊരു ദൈനംദിന കാഴ്ചയായി. ആ കാൽപന്തിനെ അവർ തെരുവോരങ്ങളിലും കടൽ തീരങ്ങളിലും ആഘോഷിച്ചു. ആ കളിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടായിരുന്നു, സർഗാത്മകതയുണ്ടായിരുന്നു, കലർപ്പില്ലാത്ത സന്തോഷത്തിൻ്റെ ആവേശ കാഴ്ചകളുണ്ടായിരുന്നു. അവിടെ പ്രതിഭകൾ പിറവിയെടുത്തു. അവർ മൈതാനത്ത് സാമ്പാ താളത്തിൽ അത്ഭുതങ്ങൾ തീർത്തു. ചിലർ ഇതിഹാസങ്ങളായി. ബ്രസീൽ ഫുട്ബോൾ ലോകത്തിനാകെ വിസ്മയ കാഴ്ചയായി. കാൽപന്തിന്റെ രാജാവ് പിറന്നത് ആ മണ്ണിലാണ്. അത്ഭുത പ്രകടനങ്ങൾക്കൊപ്പം പച്ചപ്പുൽ മൈതാനത്തിന് കളിയഴക് പരിചയപ്പെടുത്തിയ പെലെ. 1958, 62, 70 ലോകകപ്പുകൾ സ്വന്തമാക്കിയ ഇതിഹാസം. 1000-ലധികം ഗോളുകൾ. ഫുട്ബോളിൽ ബ്രസീലിന്റെ ഒരു തലമുറയുടെ തലതൊട്ടപ്പൻ. മറ്റേതൊരു താരത്തെക്കാളും ബ്രസീലിന്റെ അഭിമാനം. 1980-കളിൽ ബ്രസീൽ മറ്റൊരു അതുല്യ പ്രതിഭയെ കണ്ടു, സീക്കോ. കളിക്കളത്തിലെ ബുദ്ധിയും സാങ്കേതികത്വവും കൊണ്ട് അദ്ദേഹം ആരാധകരെ വിസ്മയിപ്പിച്ചു. പിന്നാലെ റൊമാരിയോ എന്ന ഗോൾവേട്ടക്കാരനെത്തി. ആ ഗോളുകൾ 1994 ലോകകപ്പ് ബ്രസീലിൽ എത്തിച്ചു. പെലെയ്ക്കൊപ്പം തോളോട് തോൾ നിന്ന ഗെരിഞ്ച മുതൽ സോക്രട്ടീസ്, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, ദുങ്ക, കഫു, ഗിൽമർ, കക്ക എന്നിങ്ങനെ ഒട്ടനവധി പ്രതിഭകൾ ബ്രസീലിയൻ ഫുട്ബോളിനെ ലോകോത്തരമാക്കി. അവർക്കിടയിൽ അടിമുടി സ്റ്റൈലുമായിട്ടായിരുന്നു റൊണാൾഡോ നസാരിയോയുടെ വരവ്. വേഗവും കരുത്തും അസാമാന്യ സാങ്കേതികത്വവും കൊണ്ട് ലോക ഫുട്ബോളിനെ അയാൾ കീഴടക്കി. ഓ ഫിനോമിന. 1998 ലോകകപ്പിൽ ആ വേഗക്കാലുകൾക്കൊന്ന് ഇടറിയപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനമെന്ന് പലരും വിധി എഴുതി. പക്ഷേ 4 വർഷങ്ങൾക്കിപ്പുറം അതേ വേദിയിലെ ഉയിർപ്പിൻ്റെ പുലരിയിൽ അയാൾ ലോകകപ്പ് കിരീടം ബ്രസീലിന് സമ്മാനിച്ചു. ആ തിരിച്ചുവരവ് ലോക ഫുട്ബോളിൽ മാത്രമല്ല, കായി ലോകത്തെ തന്നെ എക്കാലത്തെയും പ്രചോദനാത്മകമായ കഥകളിലൊന്നായി മാറി. കാൽപന്തിന് പുതിയ ആഘോഷ കാഴ്ച സമ്മാനിച്ചാണ് റൊണാൾഡീഞ്ഞോ എത്തിയത്. ബുദ്ധിയും കൗശലമൊക്കെ നിറച്ച് ചിരിക്കുന്ന മുഖവുമായി പന്തിനെ നൃത്തം ചെയ്യിച്ച് അയാൾ മൈതാനം കീഴടക്കി. ഫുട്ബോൾ എന്നാൽ പുഞ്ചിരിയുടെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഭാഷ കൂടിയാണെന്ന് അയാൾ പറഞ്ഞു വന്നു. പുതുതലമുറയിൽ പ്രതീക്ഷകളുടെ മുഖമാകുന്നത് നെയ്മറാണ്. തെരുവ് ഫുട്ബോളിൻ്റെ സകല സ്വാതന്ത്ര്യങ്ങളും ആധുനിക ഫുട്ബോളിൻ്റെ വേഗവും സമന്വയിപ്പിച്ചാണ് ആ പ്രതിഭയുടെ വിളയാട്ടം. സാവോപോളയിലെ സാധാരണ ജീവിതത്തിൽ നിന്ന് ലോകവേദിയിലേക്കുള്ള ആ യാത്ര ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ബ്രസീലിലെ അനേകം കൗമാരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേദി ഉണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് നെയ്മറിൻ്റെ കരിയർ. പട്ടിക തീരുന്നില്ല. വിനീഷ്യസ് ജൂനിയറിലൂടെ, എൻട്രിക്കിലൂടെ ആ പാരമ്പര്യം തുടരുകയാണ്. ബ്രസീലിന് ഫുട്ബോൾ ഒരു കായിക വിനോദം മാത്രമല്ല, അത് അവരുടെ സംസ്കാരത്തിൻ്റെ സ്പന്ദനവും
സ്വത്വത്തിൻ്റെ ഭാഗവുമാണ്. ലോകകപ്പ് ഉൾപ്പെടെ കിരീടങ്ങളുടെ എണ്ണമോ ഇതിഹാസ താരങ്ങളുടെ പട്ടികയോ കൊണ്ട് മാത്രം വിശദീകരിക്കാനാവുന്ന ഒന്നല്ല അത്. സുന്ദരമായ കളിയുടെ അനശ്വരമായ ആഘോഷം. ജോഗ ബൊണിറ്റോ അതിങ്ങനെ തുടരും.